ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ശ്രീകല. ഞാൻ ദിവ്യ. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത്. അതായത് HSA വിളിക്കും എന്ന് പറഞ്ഞപ്പോൾ തൊട്ടുള്ളൊരു ആശങ്കയുണ്ട് ഒരുപാട് പേരെ സംബന്ധിച്ച്. അപ്പൊ അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ ഇവിടെ വന്ന് നിൽക്കുന്നത്. ഇത് 30-ാം തീയതി സെപ്റ്റംബർ 30-ാം തീയതി വന്ന ഗസറ്റ് നോട്ടിഫിക്കേഷൻ ആണ്. അപ്പൊ ഇതില് രണ്ട് വളരെ പ്രധാനപ്പെട്ട വിജ്ഞാപനങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അത് ഓൾറെഡി തന്നെ PSC യോഗത്തിൽ തീരുമാനിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെപ്റ്റംബർ 2-ാം തീയതി ചേർന്ന യോഗത്തിൽ പറഞ്ഞിരുന്നു HSA മാത്സ് തമിഴ് മീഡിയവും HSA സോഷ്യൽ സയൻസ് കന്നഡ മീഡിയവും നോട്ടിഫിക്കേഷൻ വരും എന്ന് PSC ചേർന്ന യോഗത്തിൽ തീരുമാനം എടുത്തിരുന്നു. അതേപോലെ തന്നെ 30-ാം തീയതി വന്ന ഗസറ്റ് നോട്ടിഫിക്കേഷനിൽ ഈ രണ്ട് വിജ്ഞാപനങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കുറെ പേരെ സംബന്ധിച്ച് ഇനി ഒരു HSA നോട്ടിഫിക്കേഷൻ വരുമോ അതോ മിസ്സേ നമ്മളൊക്കെ ഇങ്ങനെ കയറി വെറുതെ പറയുന്നതാണോ, എന്തായിരിക്കും ഇതിൽ വിദ്യാഭ്യാസ യോഗ്യത, PG വേണ്ടി വരുമോ, ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ പലരും ചോദിക്കാറുണ്ട്. അപ്പൊ അതിനെല്ലാം ഒരു ഉത്തരമാണ് ഈ രണ്ട് വിജ്ഞാപനങ്ങളും എന്ന് പറയുന്നത്. ഈ രണ്ട് വിജ്ഞാപനം എന്ന് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ആദ്യത്തെ വിജ്ഞാപനം കാറ്റഗറി നമ്പർ 330/2024 ഇതാണ് ഹൈസ്കൂൾ ടീച്ചർ സോഷ്യൽ സയൻസ് കന്നഡ മീഡിയത്തിന്റെ നോട്ടിഫിക്കേഷൻ. അപ്പൊ ഈ നോട്ടിഫിക്കേഷനിൽ കറക്റ്റ് ആയിട്ട് ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം ഇതിന്റെ ക്വാളിഫിക്കേഷൻ പ്രായപരിധി ഒക്കെ പറഞ്ഞിട്ടുണ്ട്, യോഗ്യതകൾ പറഞ്ഞിട്ടുണ്ട്. നോക്കുക, ബന്ധപ്പെട്ട വിഷയത്തിൽ കേരളത്തിലെ സർവകലാശാല നൽകിയിട്ടുള്ളതോ അംഗീകരിച്ചതുമായ ബിരുദമാണ്. കറക്റ്റ് ആയിട്ട് ഗ്രാജുവേഷൻ മതി. അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ച് നമുക്കറിയാം BEdും പിന്നെ എന്താണ് ഇപ്പൊ ഇത് സോഷ്യൽ സയൻസ് ആയതുകൊണ്ട് കേട്ടറ്റ് 3 സോഷ്യൽ സയൻസും നിർബന്ധമാണ്. അപ്പൊ ഇത്രയും നാളെ നീണ്ടു നിന്നൊരു അനിശ്ചിതത്വമായിരുന്നു. ഇനി ഒരു ക്വാളിഫിക്കേഷൻ മാറുവോ, PG ഇല്ലാത്തവർക്ക് HSA അപ്ലൈ ചെയ്യാൻ പറ്റുവോ, ഇങ്ങനെ നമ്മുടെ വീഡിയോസിലൊക്കെ ആണെങ്കിലും അടിയിൽ കുറെ ഡൗട്ടുകൾ ചോദിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ഇത് നോക്കുക, ഇത് PSCയുടെ തന്നെ വിജ്ഞാപനമാണ്. നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം രണ്ട് വിജ്ഞാപനവും മാത്സ്, അടുത്തത് മാത്സ് എന്ന് പറയുന്നത് തമിഴ് മീഡിയം ആണ്. അതിന്റെ നോട്ടിഫിക്കേഷൻ നോക്കിയാലും അറിയാം ഇതുപോലെ തന്നെയാണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ഒരു നോട്ടിഫിക്കേഷൻ നോക്കുക, ഇതാണ് മാത്സ് ഹൈസ്കൂൾ ടീച്ചർ ഗണിതശാസ്ത്രം തമിഴ് മാധ്യമം. അപ്പൊ ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത് നോക്കൂ, കേരളത്തിലെ സർവകലാശാല നൽകിയിട്ടുള്ള അംഗീകരിച്ചിട്ടുള്ളതായ മാത്തമാറ്റിക്സിലോ സ്റ്റാറ്റിസ്റ്റിക്സിലോ ഉള്ള ബിരുദം ഉണ്ടായിരിക്കണം. നോക്കുക, ഒന്നെങ്കിൽ മാത്സ് ആയിരിക്കണം അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആയിരിക്കണം. പിന്നെ അതിനോടനുബന്ധിച്ചിട്ടുള്ള BEd കേട്ടറ്റ് 3 ഇത്രയും തന്നെയാണ് HSAയുടെ ക്വാളിഫിക്കേഷൻ. ഇപ്പൊ വന്ന നോട്ടിഫിക്കേഷന്റെ ക്വാളിഫിക്കേഷനും ഇത് തന്നെയാണ്. അപ്പൊ ഈ PG ഇല്ലാത്തവരെ സംബന്ധിച്ച് ആരും ടെൻഷൻ അടിച്ച് പഠിക്കാതിരിക്കേണ്ട ഒരു കാര്യവും ഇല്ല. എന്ത് പറഞ്ഞാലും ഇനി എന്തായാലും HSAയുടെ നോട്ടിഫിക്കേഷൻ വരും അല്ലെ, അതിനുള്ളൊരു വലിയ തെളിവല്ലേ മിസ് ചെയ്തെന്ന് പറയുന്നത്. ഓൾറെഡി നമ്മൾക്ക് ഉള്ളൊരു കൺഫ്യൂഷൻ ശരിക്കും തീർന്നു എന്ന് തന്നെ പറയാം അല്ലെ. ഇപ്പൊ സെപ്റ്റംബർ 30-ാം തീയതി വന്ന ഗസറ്റ് നോട്ടിഫിക്കേഷനിൽ രണ്ട് HSA വിജ്ഞാപനങ്ങൾ വന്നിട്ടുണ്ട്. രണ്ടിന്റെയും യോഗ്യത, അത് പ്രായപരിധി ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ വിദ്യാഭ്യാസ യോഗ്യതയാണെങ്കിലും മാറ്റമൊന്നുമില്ല. അതോടൊപ്പം തന്നെ ഇത് നമുക്ക് മറ്റൊരു പ്രതീക്ഷയും കൂടിയാണ് തരുന്നത്. HSA തമിഴ് മീഡിയം കന്നഡ മീഡിയം എന്ന് തീർച്ചയായിട്ടും മലയാളം മീഡിയം, നമ്മുടെ മലയാളം മീഡിയം എല്ലാ സബ്ജക്റ്റിന്റെയും നമ്മൾ ഉടനെ തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ ഈ പഠിത്തമൊക്കെ ഒന്ന് പിന്നിലേക്ക് വലിഞ്ഞവര് ഇതൊക്കെ ഒന്ന് കണ്ടൊന്ന് ഊർജ്ജമൊക്കെ ഉൾക്കൊണ്ട് നല്ല രീതിയിൽ തന്നെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പഠനം സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങളുടെ യോഗ്യതകളിലൊന്നും കൺഫ്യൂഷനിലൊന്നും തട്ടി നിൽക്കാണ്ട്. പലരും PG ഉണ്ടെങ്കിൽ പോലും പഠിച്ചു തുടങ്ങിയിട്ടില്ല. അതാണ് അവിടെ വേറൊരു കോൺട്രഡിക്ടറി ആയിട്ട് നമുക്ക് തോന്നിയത്. അതായത് HSA ഇനി ഇങ്ങനെ വിളിക്കില്ല, അല്ലെ ഈ ഒരു രീതിയിലായിരിക്കില്ല വിളിക്കുന്നത് എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻ കാരണമാണ് എല്ലാവരും തന്നെ ആവശ്യത്തിനുള്ള യോഗ്യത ഉണ്ടായിട്ട് പോലും പഠനം തുടങ്ങാത്തത്. അതെ, ഇപ്പം HSAയുടെ നമുക്കറിയാം HSA 2022 പരീക്ഷ കഴിഞ്ഞത് അല്ലെ. അപ്പൊ ഈ ഫിസിക്കൽ സയൻസ് ഒഴിച്ച് ബാക്കി എല്ലാ വിഷയങ്ങളും 2022 പരീക്ഷ കഴിഞ്ഞു. അതിനുശേഷം അത്യാവശ്യം നമ്മൾ ഇപ്പോൾ ഒരു വിജ്ഞാപനം വന്നാൽ എന്തെല്ലാം മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം, ഇത് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഇവിടെ നിങ്ങൾ പലരും മനസ്സിലാക്കാതെയോ അല്ലെങ്കിൽ അറിയാതെയോ പോയ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഈ ഓഗസ്റ്റ് 25-ന് ശേഷം 2 HSA പരീക്ഷകൾ നടന്നിരുന്നു. ഒന്ന് നാച്ചുറൽ സയൻസിലും ഒന്ന് സോഷ്യൽ സയൻസിലും. അപ്പൊ ഈ രണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് ഇനി വരാൻ പോകുന്ന പരീക്ഷയുടെ പാറ്റേൺ ചേഞ്ച്, അല്ലെങ്കിൽ എന്തെല്ലാം മാറ്റങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ഇതെല്ലാം നമ്മൾ പഠിച്ചു തുടങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടി
മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പാഠപുസ്തകങ്ങളുടെ പഠനം, ഇപ്പം HSAയുടെ ഒരുപാട് കാൻഡിഡേറ്റ്സിന്റെ ഇന്റർവ്യൂ വീഡിയോസ് നമ്മൾ ഉടനെ തന്നെ നമ്മുടെ ചാനലിലൂടെ റിലീസ് ചെയ്യും. അപ്പൊ അവരൊക്കെ എടുക്കുന്ന ആദ്യത്തെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് 12ാം ക്ലാസ് വരെയുള്ള പാഠപുസ്തകങ്ങൾ തറവാക്കുക എന്നുള്ളത് തന്നെയാണ്. നമ്മൾ എപ്പോഴും പറയുന്നതാണ്, നമുക്ക് ബേസ് അറിഞ്ഞിരിക്കണം. HSAയില് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ബേസ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ SCERT പാഠഭാഗത്ത് തന്നെ ആയിരിക്കും. അപ്പൊ ആ ബേസ് നിങ്ങൾ പഠിച്ചതിന് ശേഷം മാത്രം ഹയർ ലെവലിൽ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയാകുമ്പോ തന്നെ നമുക്ക് പഠിക്കാൻ തന്നെ എളുപ്പമുണ്ടാകും. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, പാഠപുസ്തകങ്ങൾ നല്ല രീതിയിൽ പഠിക്കണം. ഇനി പാഠപുസ്തകങ്ങൾ മാത്രം അല്ല, അവിടെ കൃത്യമായിട്ടും എന്തെല്ലാം പിൻ പോയിന്റ് ചെയ്ത് പഠിക്കണം എന്നുള്ളത് കൃത്യമായും ഇപ്പൊ ഈ റീസെന്റ് കഴിഞ്ഞ മാത്സ് ആണെങ്കിലും കഴിഞ്ഞ HSAക്ക് ശേഷം മാത്സ് എക്സാംസ് നടന്നിരുന്നു, നാച്ചുറൽ സയൻസ് നടന്നിരുന്നു, സോഷ്യൽ സയൻസ് നടന്നിരുന്നു, പല വിഷയങ്ങളുടെ നടക്കുന്നുണ്ട്. ഇതിന്റെ ഒന്നും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ കാണാതെ പോകുന്നുണ്ട്. സോ ഇതെല്ലാം ആദ്യം ഇവാലുവേറ്റ് ചെയ്യണം. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, ഏത് പരീക്ഷ ഇപ്പൊ നാച്ചുറൽ സയൻസ് നടന്നാലും അതിലൊരു GK പാർട്ടുണ്ട്, ശരിയല്ലേ? അത് എല്ലാവരും കാണേണ്ടതാണ്. കാരണം PSCയിൽ ഇപ്പൊ വരുന്ന ഏറ്റവും വലിയ പൂൾ എന്ന് പറയുന്ന ഈ GK പാർട്ടിന് തന്നെയാണ്. ഇപ്പൊ നടക്കുന്ന എല്ലാ പരീക്ഷകളിലും വന്നിരിക്കുന്ന എന്താ പറയാ, ക്വസ്റ്റ്യൻ പാറ്റേൺ ചേഞ്ച്. അതെ, അതായത് HSA പോലുള്ളവർക്ക് HSA എഴുതുന്ന കാൻഡിഡേറ്റ്സിനെ സംബന്ധിച്ച് അവർക്ക് സബ്ജക്റ്റ് അവർ ഓക്കെ ആക്കി എടുക്കും. അവിടെയും മാർക്ക് പോകുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ജനറൽ പേപ്പർ. അപ്പൊ ജനറൽ പേപ്പർ നമ്മൾ ഒരിക്കലും ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ വിട്ട് കളയരുത്. കാരണം 20 മാർക്ക് എന്ന് പറയുന്നതും ഇമ്പോർട്ടന്റ് തന്നെയാണ്, അല്ലെ? കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമുക്കറിയാം, ഇപ്പോഴത്തെ ഒരു കോമ്പറ്റീഷൻ ലെവൽ അനുസരിച്ച് നമ്മൾ സബ്ജക്റ്റ് മാത്രം പിടിച്ചുകൊണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ റാങ്ക് പുറകെ പോകാനായിട്ടുള്ള ഒരു കാരണം ഉണ്ടാവും. അതുകൊണ്ടാണ് പറയുന്നത് ജനറൽ പേപ്പറിനും നിങ്ങൾ പ്രാധാന്യം കൊടുക്കണം. അപ്പൊ ഈ ജനറൽ പേപ്പറിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് മനസ്സിലാകും. അതിന് അവരോട് HSA തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഏത് HSA പരീക്ഷ കഴിഞ്ഞാലും നിങ്ങൾക്ക് അതിൽ ജനറൽ പേപ്പർ എടുത്ത് നോക്കാം. ഭയങ്കര ചേഞ്ച് ആണ് ജനറൽ പേപ്പറിൽ വന്നിരിക്കുന്നത്. കാരണം ഓൾറെഡി PSCയിൽ ആ ചേഞ്ച് എല്ലാ പരീക്ഷകളിലും ഉണ്ട്. സ്വാഭാവികമായിട്ടും ഇവിടെയും ആ ഒരു ചേഞ്ച് ടീച്ചിങ് എക്സാംസിലേക്കും കടന്നു വന്നിട്ടുണ്ട്. ഇപ്പൊ ഈ 1-ാം തീയതി നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന 1-ാം തീയതിയാണ്. വീഡിയോ ഇന്ന് JLTയുടെ ഒരു പരീക്ഷ നടന്നു. അതിലെ GK പോർഷൻ ആണെങ്കിൽ പോലും നല്ല ഒരു ചേഞ്ച് ആണ് അതിലെ എക്സാംസ് വന്നിരിക്കുന്നത്. ഇപ്പൊ കോമ്പറ്റീറ്റീവ് ക്രാക്കറിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ എക്സാംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ കടന്നു പോകുന്നതുകൊണ്ട് തന്നെ പറയാം, ഒരിക്കലും നിങ്ങളുടെ GK പഠനം അല്ലെങ്കിൽ നിങ്ങളുടെ GK മെത്തഡോളജി പഠനം അവസാനത്തേക്ക് വെക്കരുത്. ആ ഒരൊറ്റ സ്ട്രാറ്റജി മതി നമ്മളുടെ റാങ്ക് താഴോട്ട് കൊണ്ടുപോകാൻ. നിങ്ങളുടെ പഠനത്തിൽ തുടക്കം മുതലേ ഈ ഒരു ഭാഗം ഇൻക്ലൂഡ് ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ HSA എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങളുടെ പഠനത്തിൽ ഇൻക്ലൂഡ് ചെയ്യണം. ഒരു സിലബസ് മാത്രം പിടിച്ചുകൊണ്ടിരുന്നത് കൊണ്ടോ 2 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പിടിച്ചുകൊണ്ടിരുന്നതുകൊണ്ടോ ഒരു കാര്യമില്ല. കൃത്യമായിട്ട് അവിടെ പാഠപുസ്തകങ്ങൾ ഉണ്ടാവണം. ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അറിയണം. റീസെന്റ് നടന്ന GKയുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു പൂള് നിങ്ങൾക്ക് ഫെമിലറൈസ് ആവണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യുന്ന ഒരു വിജയമായിരിക്കും, അല്ലെങ്കിൽ ഡിസൈഡ് ചെയ്യുന്ന കിട്ടുന്ന ഒരു വിജയമായിരിക്കും നമുക്ക്. അപ്പൊ ഇതെല്ലാം കൂടെ ഒത്തുചേർത്ത് പഠിച്ചെങ്കിൽ മാത്രമാണ് അല്ലേ നമുക്ക് HSAക്ക് ഒരു നല്ല റാങ്ക്. അതാണ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. കൃത്യമായിട്ട് നമുക്ക് ഏറ്റവും നല്ല റാങ്കിലേക്ക്, HSA റാങ്ക് ലിസ്റ്റിൽ വരിക എന്നുള്ളതിൽ കാര്യമില്ല, ഏറ്റവും നല്ല റാങ്കിലേക്ക് എത്തണമെങ്കിൽ ഇതെല്ലാം കൂടിച്ചേർന്ന് തന്നെ നമ്മൾ പഠിക്കണം. അപ്പൊ എങ്ങനെ ഇങ്ങനെ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാം? അതായത് ഇനിയിപ്പം നമുക്ക് ക്വാളിഫിക്കേഷന്റെ ടെൻഷന്റെ ആവശ്യമില്ല, ഇനി പഠന സ്ട്രാറ്റജിയിലേക്ക് എത്തുക എന്നുള്ളതാണ്. അതെ. അപ്പം എങ്ങനെ നമുക്ക് പഠിക്കാം, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, അതെല്ലാം നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ അധ്യാപികയോട് ചോദിച്ച് മനസ്സിലാക്കാം. അതിനായി കോമ്പറ്റീറ്റീവ് ക്രാക്കർ ഒരു ഫ്രീ ക്ലാസ്സുമായിട്ട് വരുന്നു. HSA നിങ്ങൾ ഏത് വിഷയം എഴുതുന്നവരായിക്കോട്ടെ, തീർച്ചയായിട്ടും ഈ വരുന്ന വെബിനാറിൽ ഒക്ടോബർ 7-ാം തീയതി വരുന്ന ഫ്രീ ക്ലാസ്സിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിലൊന്ന് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇനിയുള്ള പഠനം മുന്നോട്ട് പോകണ്ടേ എന്നൊക്കെയുള്ള കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. അതോടൊപ്പം തന്നെ വിഷയങ്ങൾ അനുസരിച്ച് ഇപ്പൊ HSA നമുക്ക് എല്ലാവർക്കും അറിയാം, ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, അതുപോലെ സോഷ്യൽ സയൻസ്, നാച്ചുറൽ സയൻസ്, ഫിസിക്കൽ സയൻസ്, മാത്സ്, ഇങ്ങനെ വിഷയങ്ങൾ അനുസരിച്ച് തന്നെ ഇനി വരുന്ന ദിവസങ്ങളിൽ, അതായത് ഒക്ടോബർ 2-ാം തീയതി മുതൽ കോമ്പറ്റീറ്റീവ് ക്രാക്കറിന്റെ യൂട്യൂബ് ചാനൽ HSA മഹോത്സവ് എന്നൊരു പ്രോഗ്രാമുമായിട്ട് കോമ്പറ്റീറ്റീവ് ക്രാക്കർ വരികയാണ്. കണ്ടില്ലേ, ഇത് നമ്മുടെ CCയുടെ റാങ്ക് ഹോൾഡേഴ്സ് ആണ്. അപ്പോൾ ഇതെല്ലാം നിങ്ങളിലേക്ക് കൃത്യമായി എത്തിച്ച് തരാൻ പറ്റുന്ന ഒരു കൂട്ടം അധ്യാപകർ വരികയാണ് നമ്മുടെ കോമ്പറ്റീറ്റീവ് ക്രാക്കറിന്റെ മെയിൻ ചാനലിലൂടെ HSA മഹോത്സവ് എന്ന ഒരു പ്രോഗ്രാമുമായിട്ട്. എല്ലാ വിഷയങ്ങൾക്കും ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. എങ്ങനെ പഠിക്കണം, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ചേഞ്ച് ഓഫ് ക്വസ്റ്റ്യൻസ് എന്താണ്, പുതിയ രീതിയിൽ ചോദ്യങ്ങൾ എങ്ങനെയാണ്, ഇതെല്ലാം ഇനി വരും ദിവസങ്ങളിൽ കൃത്യമായിട്ട് നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഒക്ടോബർ 2-ാം തീയതി തൊട്ട് ആരും മിസ് ചെയ്യരുത്. എല്ലാ വിഷയങ്ങളും ഉണ്ട്. നിങ്ങളുടെ വിഷയം കൃത്യമായിട്ട് കാണുക, ഒപ്പം ജനറൽ പേപ്പറും ഉണ്ടാവും കേട്ടോ. അപ്പോൾ മറക്കണ്ട, ഒക്ടോബർ 2-ാം തീയതി മുതൽ വൈകുന്നേരം 7 മണിക്ക്. അതോടൊപ്പം തന്നെ ഒക്ടോബർ 7-ാം തീയതിയുള്ള ഫ്രീ ക്ലാസ്. അതോടൊപ്പം ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും
സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അല്ലെ, കാണുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയാണ്. അപ്പൊ അത് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക, അവർക്ക് റെക്കമെൻഡ് ചെയ്യുക. യെസ്, അപ്പൊ എല്ലാ ആകുലതകളും വ്യാകുലതകളൊക്കെ മാറ്റി വെച്ച് പഠിച്ചു തുടങ്ങുക. അപ്പൊ വീണ്ടും കാണാം. താങ്ക് യു.